യെസ്, ഇനി നമുക്ക് ഫ്ലൂയിഡിലെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാം മക്കളെ. നമ്മുടെ അടുത്ത ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി. സോ എന്താണ് വിസ്കോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് അതിന്റെ തന്നെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. സോ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഒപ്പോസസ് ഇറ്റ്സ് ഓൺ ഫ്ലോ. കേട്ടോ മക്കളെ, അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഒപ്പോസസ് ഇറ്റ്സ് ഓൺ ഫ്ലോ. അതായത് ഒരു ഫ്ലൂയിഡ് അതിന്റെ തന്നെ മോഷൻ എന്ത് ചെയ്യാൻ നോക്കുന്നു മക്കളെ, ഒപ്പോസ് ചെയ്യുന്നു. അതാണ് വിസ്കോസിറ്റി. നമ്മളിപ്പോ ഒരു തറയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ആ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അപ്പൊ നിൽക്കാനുള്ള കാരണം എന്താ, അവിടെ വിസ്കോസിറ്റി ഉള്ള കാരണം എന്താ. അപ്പൊ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഒപ്പോസസ് ദ ഇറ്റ്സ് ഓൺ ഫ്ലോ, അതിനെയാണ് നമ്മൾ വിളിക്കുക മക്കളെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുക. ഇനി വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള കാരണം വളരെ പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇതൊരു ഫ്ലോർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു വിചാരിക്കുക. അത് ഇത്രയും ഭാഗത്ത്. അപ്പൊ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ഒറ്റ ലെയർ ആയിട്ടല്ല, പല പല ലെയറുകളായിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം ഒഴുകി പോകുന്നത് പല 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 ലെയറുകളായിട്ടാണ് മക്കളെ. ഇത് ഫ്ലോർ ആണ്, ഏറ്റവും അടിഭാഗത്തുള്ള ഫ്ലോർ ആണ്. ഇത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് പല പല എന്തിലായിരിക്കും മക്കളെ, ലെയറുകളായിട്ടായിരിക്കും എന്ത് ചെയ്യാം, ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. നോക്കണ്ട, ലിക്വിഡ് ഇങ്ങനെ പല പല ലെയറുകളായിട്ട് എന്ത് ചെയ്യുന്നു മക്കളെ, ഫ്ലോ ചെയ്യുന്നു. അതിൽ ഏറ്റവും അടിയിൽ, അതായത് ഈ സർഫസുമായിട്ട് ഫ്ലോറുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ലെയർ റെസ്റ്റിലായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞില്ല പരിപാടി. അപ്പോ ആ സർഫസ് ടച്ച് ചെയ്തിരിക്കുന്ന, അടിഭാഗത്ത് ടച്ച് ചെയ്തിരിക്കുന്ന ആ ലെയർ എപ്പോഴും ഇതിലായിരിക്കും മക്കളെ, റെസ്റ്റിലായിരിക്കും. ആൻഡ് വെൻ വി ഗോ അപ്പ് ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ്. മക്കളെ മുകളിലേക്ക് വരുന്നതോറും സംഭവിക്കും, അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും അടിയിലായിരിക്കും വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. മുകളിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കും മക്കളെ, വെലോസിറ്റി കൂടി കൂടി വരും. അപ്പൊ അടിയിലുള്ള ലെയർ റെസ്റ്റിലായിരിക്കും മക്കളെ, അതിന് തൊട്ട് മുകളിലുള്ള ലെയർ മൂവ് ചെയ്യുന്നുണ്ടാവും. കാരണം അടിയിലുള്ള ലെയർ റെസ്റ്റിലാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മുകളിലുള്ള ലെയർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു ലെയർ മറ്റേ ലെയറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്ലൈഡിങ് മോഷനിൽ ഏർപ്പെടും. ഒരു ലെയർ മറ്റേ ലെയറിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകേണ്ടി വരും. സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും മക്കളെ. ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യും. കേട്ടോ, അങ്ങനെയാണ് ആ ലിക്വിഡിന്റെ ഫ്ലോനെ എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നത്. ഏത് പ്രോപ്പർട്ടി, വിസ്കോസിറ്റി പ്രോപ്പർട്ടി ഉണ്ടാവാൻ തന്നെയുള്ള കാരണം അതാണ്. ഏറ്റവും അടിയിലത്തെ ലെയർ റെസ്റ്റിലായിരിക്കും. മുകളിലേക്ക് പോകുന്നതും വെലോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ എല്ലാ ലെയറുകളുടെയും വെലോസിറ്റി സെയിം അല്ല. മുകളിലത്തെ ലെയറിനാണ് താഴത്തുള്ള ലെയറിനേക്കാൾ വെലോസിറ്റി കൂടുതൽ വരും. അപ്പൊ മുകളിലത്തെ ലെയർ താഴത്തെ ലെയറിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകേണ്ട ഗതികേട് വരും. അപ്പൊ അങ്ങനെ മുകളിലത്തെ ലെയർ താഴത്തെ ലെയറിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അങ്ങനെയാണ് വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ, ഇത് പോയിന്റ് എ ആണ് വിചാരിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി വി ആണ് വിചാരിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക. നമ്മൾ കുറച്ച് മുകളിലേക്ക് പോകുന്നു, ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് നമ്മൾ മുകളിലേക്ക് പോയി മറ്റൊരു പോയിന്റ് എത്തി, ബി എന്ന് പറഞ്ഞ പോയിന്റ് എത്തി. ആ ബിയുടെ വെലോസിറ്റി വി പ്ലസ് ഡി വി കുറച്ച് കൂടുതലായിരിക്കും. കാരണം ബി എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലാണ്. മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കൂടും എന്ന് നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോ എയുടെ വെലോസിറ്റി എത്രയാണ്, ബി ആണെന്ന് വിചാരിക്കുക. ഡി എക്സ് ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു മക്കളെ, മുകളിലേക്ക് പോയി. അപ്പൊ ഡി എക്സ് ഡിസ്റ്റൻസ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ബിയുടെ വെലോസിറ്റി എന്ത് ചെയ്തു, കുറച്ചു കൂടും. വി പ്ലസ് ഡി വി ആയിട്ട് മാറും. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി വി ആണ് മക്കളെ. അടിയിലുള്ള വെലോസിറ്റി വി ആണ്, മുകളിലുള്ള വെലോസിറ്റി വി പ്ലസ് ഡി വി ആണ്. സോ വാട്ട് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഡി വി ആണ്. അപ്പൊ ഡി വി ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡി എക്സ് ആണ് മക്കളെ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു വിളിക്കാം. യെസ്, അപ്പൊ വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പൊ പരീക്ഷയ്ക്ക് വെലോസിറ്റി ഗ്രേഡിയന്റ് വരെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ വെലോസിറ്റി ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ അതിനുള്ള ഡിസ്റ്റൻസ്. കേട്ടോ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ അതിനുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇത് കിട്ടും മക്കളെ, വെലോസിറ്റി ഗ്രേഡിയന്റ് കിട്ടും. അപ്പൊ എയും ബി നമ്മളുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ഡി വി, എയും ബി നമ്മുടെ ഡിസ്റ്റൻസ് ആണ് ഡി എക്സ്. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും മക്കളെ, വെലോസിറ്റി ഗ്രേഡിയന്റ് കിട്ടും. കേട്ടോ, ഇനി ഈ വിസ്കസ് ഫോഴ്സിനെ കുറിച്ച്, വിസ്കസ് ഫോഴ്സിന്റെ വാല്യൂവിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ലോ പറഞ്ഞത് ന്യൂട്ടന്റെ ലോ ആണ്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നമുക്ക് പറയാം. അടുത്തത് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പോ എല്ലാ ഫ്ലൂയിഡും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ തന്നെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി. ആ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് തൽക്കാലം വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പൊ ന്യൂട്ടൺ ആണ് വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷനെ കുറിച്ച് നമുക്ക് ഐഡിയ തരുന്ന ലോ ഉണ്ടാക്കിയത്. അപ്പൊ ന്യൂട്ടന്റെ ഐഡിയ പ്രകാരം വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ ലെയർ. ഞാൻ പറഞ്ഞു
പല 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 എന്തിനായിട്ടായിരിക്കും ലെയറുകളായിട്ടാണ് എന്ത് ചെയ്യാം മക്കളെ വെള്ളം ഒഴുകി പോകുണ്ടാവുക അല്ലെ. അപ്പോ ആ വെള്ളം ഒഴുകി പോകുന്ന ലെയറിന്റെ ഏരിയ, അപ്പോ വിസ്കസ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ ലെയർ, ഒരു പ്രോപ്പർട്ടി കിട്ടി കേട്ടോ. രണ്ടാമത്തെ വിസ്കസ് ഫോഴ്സ് ഇസ് മക്കളെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് dv/dx. അപ്പൊ ന്യൂട്ടന്റെ കോൺസെപ്റ്റ് പ്രകാരം വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകൾ, ഒന്ന് ഏരിയ ആണ്, രണ്ട് വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ രണ്ടു കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ, ക്ലബ് ചെയ്യുമ്പോൾ വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a ഇൻറ്റു dv/dx എന്ന് വരും. അവിടുന്ന് വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു മക്കളെ കോഎഫിഷ്യന്റ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ പോയി ഈക്വൽ സൈൻ വരുമ്പോൾ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് കോൺസ്റ്റന്റ് ഈറ്റ a dv/dx, where eta is known as coefficient of viscosity. eta എന്ന് പറയുന്ന പേര് coefficient of viscosity, or simply ഇതിനെ viscosity എന്ന് വിളിക്കാം, viscosity എന്ന് വെറുതെ വിളിക്കാം. So eta is known as coefficient of viscosity, or simply it is viscosity. കേട്ടോ. അപ്പൊ ന്യൂട്ടൺ ആണ് വിസ്കസ് ഫോഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ തന്നെ. അപ്പൊ എന്താ വിസ്കോസിറ്റി? ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഓപ്പോസസ് ദ ഫ്ലോ. എങ്ങനെയാ ഓപ്പോസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും അടിയിലുള്ള ലെയർ വെലോസിറ്റി 0, മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കൂടി വരും. അപ്പൊ മുകളിലത്തെ ലെയർ താഴത്തെ ലെയറിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് നിൽക്കും. സോ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അപ്പൊ അവിടെ തടച്ചിൽ വരും, തടയും. അവിടെയാണ്, അങ്ങനെയാണ് വിസ്കോസിറ്റി ഉണ്ടാവുന്നത്. അപ്പോ dv/dx ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് കിട്ടും മക്കളെ, വെലോസിറ്റി ഗ്രേഡിയന്റ് കിട്ടും. അവിടെ ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളിൽ ഒരാൾ ഏരിയ, രണ്ടാമത്തെ ആൾ എന്താ മക്കളെ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ക്ലബ് ചെയ്യുക, ഈക്വൽ ചിഹ്നം കൊടുക്കുമ്പോൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കോൺസ്റ്റന്റ് ആണ് ഈറ്റ. ക്ലിയർ ആയില്ലേ? കോൺസ്റ്റന്റ് ആണ് ഈറ്റ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. യെസ്, നോട്ട് ചെയ്തില്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ മക്കളെ, വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ, വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു a ഇൻറ്റു dv/dx എന്ന് കിട്ടി. ഈറ്റ ഇൻറ്റു a ഇൻറ്റു dv/dx. അതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈറ്റ ഈക്വൽ ടു വിസ്കസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ a ഇൻറ്റു dv എന്ന് എഴുതാം. വിസ്കസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ a ഇൻറ്റു dv എന്ന് എഴുതാം. മക്കളെ അതിന്റെ യൂണിറ്റുകളെ കുറിച്ച് ഒന്ന് പരാമർശിക്കണം. ഈറ്റയുടെ യൂണിറ്റുകളെ കുറിച്ച് നോക്കുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ മക്കളെ ഒരു മീറ്റർ വെട്ടി പോകും. ഈ സെക്കൻഡ് എവിടേക്ക് വരും? മുകളിലേക്ക് വരും. സോ ന്യൂട്ടൺ സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ എന്ന് വരും. ന്യൂട്ടൺ സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ, ഇതാണ് നമ്മുടെ SI യൂണിറ്റ്, ന്യൂട്ടൺ സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ. ഇനി അതിൽ വേണമെങ്കിൽ കുറെ അധികം മാറ്റങ്ങൾ വരുത്താം. ഇപ്പൊ നോക്കൂ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ ആണ് അല്ലെ. അപ്പൊ മറ്റൊരു യൂണിറ്റ് വന്നു, പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു യൂണിറ്റ് വന്നു കേട്ടോ. പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു യൂണിറ്റ് വന്നു. ഇനി ന്യൂട്ടൺ സെക്കൻഡ് മക്കളെ നോക്കൂ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. അതിൽ ന്യൂട്ടൺ സെക്കൻഡ് ഫോഴ്സിന്റെ ടൈം മക്കളെ, ഫോഴ്സിന്റെ ടൈം ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ്, അങ്ങനെ സാധനം ഉണ്ട്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ്. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് വരും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എഴുതാം, കാരണം ന്യൂട്ടൺ സെക്കൻഡ് ഇമ്പൾസിന്റെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇമ്പൾസിന്റെ ആണ്, ചേഞ്ച് ഇൻ മൊമെന്റ് തന്നെയാണ്. ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ മക്കളെ, ഒരു മീറ്റർ വെട്ടിപ്പോകും അല്ലെ. സോ എന്ത് വരും മക്കളെ, കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് കേട്ടോ, അങ്ങനെ യൂണിറ്റ് വരും. ഓക്കെ, ഇതൊക്കെ SI യൂണിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, പാസ്കൽ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ സെക്കൻഡ്, പോയ്സ് അല്ലേ കേട്ടോ, ഒരു പേര് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് പോയ്സ് അല്ലേ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. പോയ്സ് അല്ലേ നമ്മുടെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് പോയ്സ് അല്ലേ. ഒരു പോയ്സല്ലേ എന്ന് പറയുന്നത് മക്കളെ SI യൂണിറ്റ് ആണ്. ഒരു പോയ്സല്ലേ എന്ന് പറയുന്നത് 10 പോയ്സ് ആണ്. പോയ്സ് എന്ന് പറയുമ്പോൾ CGS യൂണിറ്റ് ആണ്, ശ്രദ്ധിച്ചോ. അപ്പൊ 10 CGS യൂണിറ്റുകൾക്ക് തുല്യമാണ് ഒരു SI യൂണിറ്റ്. ഈറ്റയുടെ കാര്യം പറഞ്ഞാട്ടാ. അപ്പൊ ഈറ്റ, ഇനി നമുക്ക് ഈറ്റയുടെ ഡയമെൻഷൻ നോക്കണം എന്നുള്ളതാണ് മക്കളെ. ഈറ്റയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതൊക്കെ ചോദിക്കാൻ വേണ്ട, ഡയമെൻഷൻ ഓഫ് ഈറ്റ. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ പറ. ഫോഴ്സിന്റെ ഡയമെൻഷൻ mL/T⁻², mL/T⁻² -2 ഡിസ്റ്റൻസിന്റെ L ബൈ ഏരിയയുടെ L സ്ക്വയർ, വെലോസിറ്റിയുടെ L/T⁻⁻1. അപ്പോ മക്കളെ L × L² വെട്ടി പോയി, ബാക്കി M അവിടെ ഉണ്ട്, L⁻⁻1, T⁻⁻1 മുകളിൽ പോകുമ്പോൾ +1, T⁻⁻2 +1, T⁻⁻1. ഇതാണ് ഈറ്റയുടെ ഡയമെൻഷൻ കേട്ടോ, mL/1, T⁻⁻1 കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെക്കുക. അപ്പൊ വിസ്കസ് ഫോഴ്സ്, വിസ്കോസിറ്റി കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, വെലോസിറ്റി ഗ്രേഡിയന്റ് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ നോട്ട് ചെയ്യാം മക്കളെ. ഇനി അടുത്തത് സ്റ്റോക്സ് ഫോർമുല കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. സ്റ്റോക്സ് ഫോർമുല വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്.
മക്കളെ സ്റ്റോക്സ് ഫോർമുല. എന്താ സ്റ്റോക്സ് ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യുക, ഒരു ഫ്ലൂയിഡ് ആയാലും കുഴപ്പമില്ല, ഫ്ലൂയിഡ് ആണ് കൺസിഡർ ചെയ്യുക. ആ ഒരു ഫ്ലൂയിഡ് ഒരു ബീക്കറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, യെസ്, കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒരു സ്പെറിക്കൽ ഷേപ്പുള്ള ഒരു ബോഡി താഴേക്ക് ഇടുക. അപ്പൊ സ്പെറിക്കൽ ഷേപ്പുള്ള ബോഡി ഇതിൽ കൂടെ പാസ് ചെയ്യണേ, നമ്മുടെ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ, ഐ മീൻ ആ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പൊ പാസ് ചെയ്യുമ്പോൾ സംഭവിക്കും മക്കളെ, ബോഡി ഇങ്ങനെ പാസ് ചെയ്യുമ്പോ ഇതിന്റെ ഈ വഴി, ഇതാണ് വഴി അല്ലെ, നേരെ താഴേക്ക് പോകുമ്പോ ഇതാണ് ആ പാത്ത്. മക്കളെ ഈ പാത്തിൽ കിടക്കുന്ന വെള്ളം എന്ത് ചെയ്യണം മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കൊടുക്കണം. അപ്പോ ആ ബോള് പോകുന്ന വഴിയിലുള്ള ആ ബോള് പോകുന്ന അതേ സ്ട്രെയിറ്റ് ലൈനിലുള്ള വെള്ളങ്ങളൊക്കെ എന്ത് ചെയ്യണം, വെള്ളം ഐ മീൻ ഫ്ലൂയിഡ് എന്ത് ചെയ്ത് കൊടുക്കണം മക്കളെ, മാറി കൊടുക്കണം. എന്നാൽ ആ ബോളിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഫ്ലൂയിഡിന് മാറിക്കൊടുക്കുന്നത് താല്പര്യമില്ല, വിസ്കോസിറ്റി. നിങ്ങൾക്കറിയാം ഫ്ലൂയിഡ് അനങ്ങുന്നത് ഇഷ്ടമല്ല ഫ്ലൂയിഡിന് അല്ലെ. ഫ്ലൂയിഡ് അതിന്റെ തന്നെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. അപ്പൊ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉള്ള കാരണം കൊണ്ട് ഫ്ലൂയിഡ് അനങ്ങുന്നത് ഫ്ലൂയിഡിന് ഇഷ്ടമല്ല. പക്ഷെ ഫ്ലൂയിഡ് അനങ്ങാനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബോളിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ, താഴേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഫ്ലൂയിഡിന് അനങ്ങുന്നത് ഇഷ്ടമല്ല, ഫ്ലൂയിഡ് അനങ്ങിയില്ലെങ്കിൽ ബോളിന് താഴേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു വരുമ്പോ ഫ്ലൂയിഡ് ആ ബോളിനെ ഫ്രീ ആയിട്ട് കടത്തി വിടില്ല. ആ ബോളിനെ അതിന്റെ ഉള്ളിൽ കൂടെ, ഒരു ബോഡീനെ ഒരു ഫ്ലൂയിഡ് അതിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യില്ല മക്കളെ, ഫ്രീ ആയിട്ട് കടത്തി വിടില്ല. ഫ്ലൂയിഡ് ഓഫേഴ്സ് എ റെസിസ്റ്റീവ് ഫോഴ്സ്. സോ ഫ്ലൂയിഡ് ഓഫേഴ്സ് എ റെസിസ്റ്റീവ് ഫോഴ്സ്, offers a resistive force towards the flow of body through it, towards the flow of body through it. അതായത് അതിൽ കൂടെ പോകുന്ന ഒരു ബോഡിയുടെ, ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ബോഡിന്റെ ഫ്ലോനെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും മക്കളെ, ഒപ്പോസ് ചെയ്യും. ആ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് വിസ്കസ് ഡ്രാഗ്. കേട്ടോ മക്കളെ, വിസ്കസ് ഡ്രാഗ്. വിസ്കോസിറ്റി ആണോ ഇത് എന്ന് പലരും ചോദിക്കും മക്കളെ. വിസ്കോസിറ്റിയും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വിസ്കോസിറ്റി ഫ്ലൂയിഡിന്റെ മോഷൻ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഫ്ലൂയിഡ് അതിന്റെ തന്നെ മോഷൻ ഒപ്പോസ് ചെയ്യുന്ന വിസ്കോസിറ്റി. വിസ്കസ് ഫോഴ്സ് അതാ, ഫ്ലൂയിഡ് അതിന്റെ തന്നെ മോഷൻ ഒപ്പോസ് ചെയ്യുന്ന. മക്കളെ ഇതല്ല, വിസ്കസ് ഡ്രാഗ് ഫ്ലൂയിഡിനെ അല്ലല്ലോ ഒപ്പോസ് ചെയ്യണേ, അതിന്റെ ഉള്ളിൽ കൂടെ വരുന്ന ബോഡീനെയാണ് ഒപ്പോസ് ചെയ്യണേ. അപ്പൊ ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ബോഡീനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് വിസ്കസ് ഡ്രാഗ്. ഫ്ലൂയിഡിനെ തന്നെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് വിസ്കസ് ഫോഴ്സ്. കേട്ടോ, ചെറിയ ഒരു വ്യത്യാസം രണ്ടുപേരുണ്ട്. സോ വിസ്കസ് ഡ്രാഗ് എന്ന് പറയുമ്പോൾ ബോഡീനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് മക്കളെ വിസ്കസ് ഡ്രാഗിന്റെ ഇക്വേഷൻ 6π∙RV. മക്കളെ ഇതാണ് സ്റ്റോക്സ് ഫോർമുല. അതിൽ R എന്ന് പറയുന്നത് മക്കളെ റേഡിയസ് ആണ്, V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. കേട്ടോ, വെലോസിറ്റി R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഈറ്റ നമുക്കറിയാലോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അപ്പൊ 6π∙RV എന്നുള്ള ഫോഴ്സ് വെച്ചിട്ടാണ് ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്ന സ്പെറിക്കൽ ബോഡീനെ ആ ഫ്ലൂയിഡ് ഒപ്പോസ് ചെയ്യും. കേട്ടോ, അപ്പൊ അത് നോട്ട് ചെയ്യാം മക്കളെ, സ്റ്റോക്സ് ഫോർമുല. ഇനി നമുക്ക് അടുത്തത് ടെർമിനൽ വെലോസിറ്റി. മക്കളെ ഇതൊക്കെ ജസ്റ്റ് ഇക്വേഷൻസ് കാര്യങ്ങളുണ്ടോ കേട്ടോ. ഇതൊക്കെ +1 സംബന്ധിച്ചിട്ടാണ് അതൊരു തിയറി പോർഷൻ ഒക്കെ വന്ന് ഡെറിവേഷൻ ഒക്കെ വരുമ്പോ ഗംഭീരമായിട്ട് പറഞ്ഞേ. നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് ഇക്വേഷൻ മാത്രമുള്ള ഈ ടെർമിനൽ വെലോസിറ്റി എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്താണ് ടെർമിനൽ വെലോസിറ്റി? എന്റെ കയ്യിൽ ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട്, സ്പെറിക്കൽ ബോഡി ഉണ്ട്. ആൻഡ് ഇനീഷ്യലി ദിസ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. മക്കളെ അത് ഇനീഷ്യലി റെസ്റ്റിലാണ്. ആൻഡ് ദിസ് ബോഡി ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി. ഈ ബോഡി എന്ത് ചെയ്യുന്നു മക്കളെ, ഗ്രാവിറ്റിയുടെ അണ്ടറിൽ താഴേക്ക് വരുന്നു ത്രൂ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ കൂടെ എന്ത് ചെയ്യുന്നു മക്കളെ, താഴേക്ക് വരും. ഓക്കെ, താഴേക്ക് വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കൂടെ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് മക്കളെ. താഴേക്ക് വരുന്നതോ അതിന്റെ സ്പീഡ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും മക്കളെ, സ്പീഡ് നമുക്ക് എല്ലാവർക്കും പറയാം, താഴേക്ക് വരുന്ന ബോഡിയുടെ സ്പീഡ് ഇങ്ങനെ കൂടി 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 ഒരു സർട്ടൻ ലിമിറ്റ് എത്തുമ്പോ സ്പീഡ് എന്തായിരിക്കും മക്കളെ, മാക്സിമം ആയിരിക്കും. സ്പീഡ് മാക്സിമം ആയി പിന്നീട് അങ്ങോട്ട് തീരില്ല, സ്പീഡ് കൂടില്ല, പിന്നീട് അങ്ങോട്ട് സ്പീഡ് കൂടില്ല. അപ്പൊ റെസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന ബോഡി ഗ്രാവിറ്റിയുടെ അണ്ടറിൽ താഴേക്ക് ഇങ്ങനെ വീണ് വീണ് ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കൂടെ, ശ്രദ്ധിക്കണം വെറുതെ അല്ല, ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇങ്ങനെ വീണ് വീണ് പോകുമ്പോ അതിന്റെ സ്പീഡ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ആഫ്റ്റർ എ സർട്ടൻ ടൈം, കുറച്ച് സമയത്തിന് ശേഷം ഇറ്റ് വിൽ അറ്റൈൻ എ മാക്സിമം വാല്യൂ. കേട്ടോ, പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യില്ല മക്കളെ, സ്പീഡ് കൂടില്ല. പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യില്ല, സ്പീഡ് കൂടില്ല. ശ്രദ്ധിക്കാട്ടോ, പിന്നീട് അങ്ങോട്ട് സ്പീഡ് കൂടില്ല. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ സ്പീഡ് കൂടുന്നുണ്ട്, പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യില്ല മക്കളെ, സ്പീഡ് കോൺസ്റ്റന്റ്. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് പോകുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ്. ആൻഡ് ദാറ്റ് മാക്സിമം വെലോസിറ്റി
ആ മാക്സിമം വെലോസിറ്റിനെ പറയുന്ന പേരാണ് മാക്സിമം വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ബോഡി when it is falls through a fluid, ഒരു ഫ്ലൂയിഡിലൂടെ ഫ്രം റെസ്റ്റ് കേട്ടോ, റെസ്റ്റിൽ നിന്ന് ഒരു ഫ്ലൂയിഡിൽ കൂടെ ഫോൾ ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡിൽ കൂടെ ഫോൾ ചെയ്യുന്ന സമയത്ത് ആ ബോഡി അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കണം മക്കളെ? ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കണേ. എന്താ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ? നിങ്ങൾക്ക് അറിയാം, 2/9 r2g divided by eta. 2/9 r2g divided by eta into density of object minus density of fluid. കേട്ടോ, ഇതാണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. 2/9 r2g by 9 2/9 r2g by eta density of object minus density of fluid is known as our terminal velocity. ഇതാണ് മാക്സിമം വെലോസിറ്റി മക്കളെ. ടെർമിനൽ വെലോസിറ്റി എത്തിയതിന് ശേഷം ഒരു ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യില്ല മക്കളെ? കൂടില്ല കേട്ടോ. ഒരു ബോഡിയുടെ സ്പീഡ് കൂടില്ല. സോ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. കൂടി ടെർമിനൽ വെലോസിറ്റി എത്തിയതിനു ശേഷം പിന്നെ എന്ത് സംഭവിക്കും? ബോഡിയുടെ വെലോസിറ്റി പിന്നെ എന്തുണ്ടാവില്ല മക്കളെ? ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഗ്രാഫിക്കലി സാധാരണ അത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, അത് ചോദിക്കാറുണ്ട്. ടെർമിനൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ടെർമിനൽ വെലോസിറ്റി വിത്ത് ടൈം റെപ്രസെന്റേഷൻ ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നീട് വെലോസിറ്റി ഇങ്ങനെ കൂടി എന്ത് വരും മക്കളെ? വെലോസിറ്റി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയി പോകും മക്കളെ. ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ പേരാണ് ടെർമിനൽ വെലോസിറ്റി അല്ലെ. ടെർമിനൽ വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ എന്തില്ല മക്കളെ? വെലോസിറ്റിയുടെ ചേഞ്ച് കാണുകയില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണ്. ഇനി ആക്സലറേഷന്റെ കർവ് മക്കളെ എങ്ങനെയാണ്? ഇതാണ് ആക്സലറേഷന്റെ കർവ് കേട്ടോ. ആക്സലറേഷൻ അങ്ങനെ ആക്സലറേഷൻ 0ലേക്ക് എത്തും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആക്സലറേഷൻ 0ലേക്ക് എത്തും. അപ്പോഴാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ. സോ ഇതാണ് ആക്സലറേഷന്റെ കർവ്. ആക്സലറേഷന്റെ കർവ് ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ നല്ലതാണ്. സോ വെലോസിറ്റിയുടെ കർവും ആക്സലറേഷന്റെ കർവും ഒന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ നോട്ട് ചെയ്തില്ലേ? യെസ്. അപ്പോ എന്താ ടെർമിനൽ വെലോസിറ്റി? മാക്സിമം വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ബോഡി when it is fall through the liquid start from rest കേട്ടോ. റെസ്റ്റിൽ നിന്ന് ആരംഭിച്ച് ഒരു ലിക്വിഡിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ബോഡിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത് മക്കളെ? ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് റേഡിയസ്. ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു മക്കളെ സ്ക്വയർ ഓഫ് റേഡിയസ്. സ്ക്വയർ ഓഫ് റേഡിയസിന് എന്താണ്? അത് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ റേഡിയസ് കൂടുതലുള്ള ബോൾ ആണെങ്കിൽ അതിന്റെ ടെർമിനൽ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? നമ്മുടെ സ്ക്വയർ ഓഫ് റേഡിയസിന് എന്താണ് മക്കളെ? പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ആൻഡ് ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി കേട്ടോ. ഒബ്ജക്റ്റ് മൈനസ് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുടെ ഡിഫറൻസിന് എന്താണ്? അവര് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെർമിനൽ വെലോസിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യണം മക്കളെ? മനസ്സിലാക്കിയിട്ട് എടുക്കണം. ഓക്കെ, മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ അതിലേക്ക് കടക്കാം. ഓക്കെ, യെസ്. ഇനി റേഡിയസിന് പകരം മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ രണ്ട് ബോഡികളുടെ മാസ് സെയിം ആണെന്ന് തരാം. രണ്ട് ബോഡികളുണ്ട് മക്കളെ, അവരുടെ മാസ് എന്താന്ന് തരാം? സെയിം ആണെന്ന് തരാം കേട്ടോ. അവരുടെ മാസുകൾ എന്താന്ന് തരാം? സെയിം ആണെന്ന് തരാം. അങ്ങനെയൊക്കെയുള്ള ഇതുകളുണ്ട്. മാസ് സെയിം ആണെന്ന് വന്നിട്ട് ഞാൻ എഴുതി വെക്കാം മക്കളെ. രണ്ട് ബോഡികൾ, 2 ബോഡീസ്, അവരുടെ മാസ് എന്താണ്? സെയിം ആണ്. മാസ് സെയിം ആണ്. അവരുടെ ഡെൻസിറ്റികളുടെ റേഷ്യോ ρ1:√2 ആണ്. ഡെൻസിറ്റികളുടെ റേഷ്യോ ρ1:√2 ആണ്. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടെർമിനൽ വെലോസിറ്റി? അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ പോവാം. ടെർമിനൽ വെലോസിറ്റിയുടെ റേഷ്യോ എന്താണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് മക്കളെ, മാസ് സെയിം ആണെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോള്യം ആണ് മാസ് അല്ലെ. ഡെൻസിറ്റി ഇൻറ്റു വോള്യം, ഞാനൊരു എക്സാമ്പിൾ പറയാൻ കേട്ടോ. ഡെൻസിറ്റി ഇൻറ്റു വോള്യം ആണ് മാസ്. അപ്പോ ρ1:4/3πr³ അല്ലെ, πr1³ സ്പിയർ ആണല്ലോ. 4/3πr1³ ആണ് ഈക്വൽ ടു മക്കളെ ρ2:4/3πr2³ കണ്ടോ. അപ്പൊ മാസ് സെയിം ആണ്. രണ്ട് ബോഡികളുടെ മാസ് സെയിം ആണ്. അവരുടെ ഡെൻസിറ്റികളുടെ റേഷ്യോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. മാസ് സെയിം ആണെങ്കിൽ നമുക്ക് മാസിന്റെ ഇക്വേഷൻ ഡെൻസിറ്റി വോളിയം എന്നത് അപ്പൊ ρ4/3πr1³ ρ2:4/3πr1³ മാസ് സെയിം ആണല്ലോ. അപ്പൊ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ρ1:r1³ ഈക്വൽ ടു മക്കളെ കണ്ട ρ2:r2³.
സോ R1 by R2 the whole cube equal കണ്ടോ R1 by R2 the whole cube equal to മക്കളെ ρ2 by ρ1 എന്ന് കിട്ടും. Then R1 by R2 equal to ρ2 by ρ1 all raised to 1 by 3 കണ്ടോ. അപ്പോ ഡെൻസിറ്റികളുടെ റേഷ്യോ ഒക്കെ തന്നിട്ട് നിങ്ങളോട് ടെർമിനൽ വെലോസിറ്റി റേഷ്യോയിലേക്ക് എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെർമിനൽ വെലോസിറ്റി റേഷ്യോയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, സ്ക്വയർ ഓഫ് റേഡിയസിന്റെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ സ്ക്വയർ ഓഫ് റേഡിയസ് സാധനത്തിനൊക്കെ കണ്ടാൽ ഇങ്ങനെയൊക്കെ എത്തണം കണ്ടോ. അപ്പൊ രണ്ടുപോലെയുള്ള മാസ് സെയിം ആണെന്നിട്ട് ഡെൻസിറ്റി റേഷ്യോ തന്നെങ്കിൽ നമുക്ക് R1 by R2 equal to ρ2 by ρ1 raised to 1 by 3 ഇത് കണ്ടെത്തിയിട്ട് ഇത് വിളിക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ റേഡിയസിന്റെ സ്ക്വയർ ആണ്, ഇവിടെ ഞാൻ റേഡിയസിന്റെ റേഷ്യോ മാത്രം എത്തിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ്. ഓക്കെ. അതുപോലെ അവരുടെ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടോ, ശ്രദ്ധിച്ചോളൂ. റേഡിയസിനെ മാത്രമല്ല ഇവിടെ രണ്ടുപേരുടെ ഡെൻസിറ്റിയിൽ എന്തുണ്ട് മക്കളെ, ചേഞ്ച് ഉണ്ട്. അപ്പൊ ഈ ഫാക്ടർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കാതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ടെക്നിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രോബ്ലത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ചില പ്രോബ്ലങ്ങളിൽ അവര് റേഡിയസുകളുടെ റേഷ്യോ തരാതെ അവര് സെയിം മാസ് ആണ് അതേപോലെ ഡെൻസിറ്റിയുടെ റേഷ്യോ തരും. അപ്പൊ നിങ്ങൾക്ക് റേഡിയസിന്റെ റേഷ്യോ എടുത്താൽ ഒരു ടെക്നിക്ക് മാത്രം പറഞ്ഞതാണ്. ആ റേഡിയസിന്റെ റേഷ്യോ എത്തിയിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതേപോലെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ടെർമിനൽ വെലോസിറ്റിയുടെ റേഷ്യോ എന്ത് ചെയ്യാൻ മക്കളെ കണ്ടുവയ്ക്കാം. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ ശ്രദ്ധിക്കുക. 2/9 r²g 2/9 r²g by eta ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് ഡെൻസിറ്റി ഓഫ് എന്താണ് മക്കളെ, ഫ്ലൂയിഡ് ആണ് ടെർമിനൽ വെലോസിറ്റി വിച്ച് ഇസ് മാക്സിമം വെലോസിറ്റി. കേട്ടോ, ഈ മഴ പെയ്യുന്നതൊക്കെ ടെർമിനൽ വെലോസിറ്റി ആണ് കേട്ടോ. മഴ പെയ്യുന്നതൊക്കെ ടെർമിനൽ വെലോസിറ്റിയിലാണ് മഴ പെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ.